എനിക്കൊരു വലിയ കവറേജ് എടുക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ പൈസയുടെ കുറവ് മൂലം അത് എടുക്കാൻ സാധിക്കുന്നില്ല. ചെറിയ പൈസയ്ക്ക് വലിയ കവറേജ് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ചെറിയ പൈസയ്ക്ക് വലിയ കവറേജ് എടുക്കാം. ഇത് പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. എനിക്ക് അത്രയും പ്രീമിയം അടയ്ക്കാനില്ല, പക്ഷേ എനിക്ക് കുറച്ച് കവറേജ് കൂടുതൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. ടോപ്പ് അപ്പ് പോളിസി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടോപ്പ് അപ്പ് പോളിസി ഏറ്റവും നല്ല പോളിസിയാണ്. നിങ്ങൾക്ക് പ്രീമിയം കുറഞ്ഞ് നിങ്ങൾക്ക് വലിയ കവറേജ് വേണമെന്ന് താല്പര്യമുള്ള ഒരാൾക്ക് എടുക്കേണ്ട പോളിസിയാണ് ടോപ്പ് അപ്പ് പോളിസി. അതെങ്ങനെ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ ഒരു ഒരു സം അഷ്യൂർഡിൻ്റെ പ്രീമിയവും 25 ലക്ഷം രൂപ 50 ലക്ഷം രൂപയുടെ പ്രീമിയം വളരെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. 5 ലക്ഷം രൂപയുടെ ഒരു ബേസിക് പോളിസി എടുക്കുക. ബേസിക് പോളിസി 5 ലക്ഷം എടുക്കുക, മിനിമം 5 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുക. പക്ഷേ നമ്മുടെ ആഗ്രഹം എന്താണ്? എനിക്കൊരു 50 ലക്ഷം രൂപയുടെ കവറേജ് വേണം, പക്ഷേ നമ്മുടെ ഉള്ള പൈസയ്ക്ക് നമുക്ക് തികയുന്നില്ല. അപ്പോൾ ചെയ്യേണ്ട ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, 5 ലക്ഷം രൂപയുടെ ബേസിക് പോളിസി ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് എടുക്കുക. കൂടാതെ ആ കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നോ ഒരു 50 ലക്ഷം രൂപയുടെ ടോപ്പ് അപ്പ് പോളിസികൾ എടുക്കുക. അങ്ങനെ പറയുന്ന പോളിസിയുടെ പേരാണ് ടോപ്പ് അപ്പ് പോളിസി. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, ഈ 50 ലക്ഷം രൂപ ടോപ്പ് അപ്പ് പോളിസിക്ക് പ്രീമിയം വളരെ കുറവാണ്. അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ, 5 ലക്ഷം രൂപ അതായത് ഇപ്പോൾ ഞാനൊരു പോളിസി എടുക്കാനായിട്ടൊരു കമ്പനി ചെല്ലുമ്പോൾ കമ്പനി ചോദിക്കുന്നത് നിങ്ങളുടെ എത്ര രൂപയാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും, എത്ര രൂപയാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയും എൻ്റെ 5 ലക്ഷം രൂപ കുറച്ചോളൂ, കാര്യം എനിക്ക് 5 ലക്ഷം രൂപയുടെ ബേസിക് പോളിസി ഉണ്ട്, നിങ്ങളത് കുറച്ചോളൂ. അതിന് ശേഷമുള്ള 50 ലക്ഷം രൂപയുടെ ചികിത്സയ്ക്കുള്ള കാശ് എനിക്ക് തന്നാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ ഡിഡക്റ്റ് ചെയ്യുന്ന 5 lakh rupees 5 ലക്ഷം ഡിഡക്റ്റ് ചെയ്യുന്നു. 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുന്ന എന്ത് ചികിത്സയ്ക്കും മറ്റ് 50 ലക്ഷം രൂപ ടോപ്പ് അപ്പ് എടുത്ത കമ്പനിക്കായിരിക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും നമുക്ക് പ്രീമിയം കുറയ്ക്കാനും ഏറ്റവും നല്ലൊരു പോളിസിയാണ് ഒരു ബേസിക് സം അഷ്യൂർഡ് പോളിസി അലോങ് വിത്ത് ടോപ്പ് അപ്പ് പോളിസി. 25 lakhs 1 crore എത്ര വേണം നമുക്ക് എടുക്കാം. പ്രീമിയം വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ 5 ലക്ഷം രൂപയുടെ പ്രീമിയം അല്ല 50 ലക്ഷം രൂപയ്ക്ക് ബേസിക് സം അഷ്യൂർഡിൻ്റെ കാര്യം വരും. പക്ഷേ നമ്മൾ ബേസിക് സം അഷ്യൂർഡ് ഏറ്റവും കുറഞ്ഞേ എടുക്കുന്നുള്ളൂ. ആ ബേസിക് സം അഷ്യൂർഡ് കുറവ് എടുത്തതിന് ശേഷം നമ്മൾ ടോപ്പ് അപ്പിന് നമുക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട് നമ്മൾ എടുക്കുന്നു. വളരെ നല്ല പോളിസിയാണ്. ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉള്ളവർ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ് ഇൻഷുറൻസ്, കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉള്ളവരൊക്കെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ബേസിക് സം അഷ്യൂർഡ് കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് തരുന്നുണ്ടെങ്കിൽ അതിന് പുറമേ വരുന്ന ചികിത്സയ്ക്കുള്ള പൈസയെങ്കിലും നമുക്ക് ഈ ടോപ്പ് അപ്പ് പോളിസിയിൽ നിന്ന് കിട്ടും. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബേസിക് ആയിട്ടുള്ള ഒരു പ്രീമിയം നമുക്ക് അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് പോളിസി എടുത്തുകൊണ്ട് നമ്മുടെ സം അഷ്യൂർഡ് കൂട്ടാനായിട്ടുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും മനസ്സിൽ വിചാരിച്ചേക്ക് ഒരു ബേസിക് സം അഷ്യൂർഡ് പോളിസി എടുക്കുക, കൂടുതലൊരു ടോപ്പ് അപ്പ് പോളിസി എടുക്കുക.